ബീനാസ് ലേണിംഗ് ക്ലാസ് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ലെറ്റർ മാത്ത് അല്ലെങ്കിൽ അക്ഷരക്കണക്ക്. അതിൻ്റെ നമ്മൾ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. അത് കയറി കണ്ടിട്ട് വേണം ഈ പാർട്ട് 3 കാണാൻ കേട്ടോ. കാരണം നമ്മൾ ഓരോ പാർട്ടായിട്ട് വിടുന്നത് മനസ്സിലാക്കി വേണം കുഞ്ഞുങ്ങളെ പോകാൻ കേട്ടോ. ഇതിപ്പോൾ നിങ്ങളിപ്പം ഈ ഏതെങ്കിലും ഒരു ചാനൽ എടുത്തിട്ട് ഏതോ ആയിക്കോട്ടെ നോക്കുമ്പോൾ പകുതിക്കിട്ട് ഒരിക്കലും കാണരുത്. അതിൻ്റെ ആ ഓർഡർ അനുസരിച്ച് തന്നെ കണ്ടുപോകണം. എങ്കിലേ അതിൻ്റെ ബാക്കി എന്തുവാ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരുടെയോ ആയിക്കോട്ടെ, എൻ്റെ എന്നല്ല, ആരുടെ കണ്ടാലും പഠിച്ചാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ പാർട്ടായിട്ട് തന്നെ കാണണം കേട്ടോ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്താ? ലെറ്റർ മാത്ത് എന്നാണ് കേട്ടോ. അക്ഷരക്കണക്ക് പേജ് നമ്പർ 166 ഇനി നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ബാക്കി നമ്മൾ 1ഉം 2ഉം പാർട്ടിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ കണ്ടോ. എന്ന് വെച്ചാൽ അക്ഷരങ്ങളുടെ, ലെറ്റർ എന്ന് വെച്ചാൽ അക്ഷരങ്ങളുടെ ഗുണനം. ഇനി നമ്മളതാ പഠിക്കേണ്ടത്. നോക്കിയേ, സീ ദീസ് പിക്ചർ. ഇവിടെ ഒരു പിക്ചർ നോക്കിയോ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ ഇതിപ്പോൾ മൊത്തവും ഇന്ന് വായിച്ച് നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഒരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടല്ലോ നിങ്ങളെ. തീപ്പെട്ടി മാച്ച് സ്റ്റിക്ക് എന്ന് ഇംഗ്ലീഷിൽ മാച്ച് സ്റ്റിക്ക് വേണേൽ ഞാനങ്ങ് വായിക്കാം. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഇറ്റ്? ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഹൗ മെനി മാച്ച് സ്റ്റിക്ക് വെയർ യൂസ്ഡ് ടു മേക്ക് ദം? ഇവ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര തീപ്പെട്ടി കമ്പ് അല്ലെങ്കിൽ കോലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4 ട്രയാങ്കിൾ അല്ലെങ്കിൽ 4 ത്രികോണങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇല്ലയോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഒരു ത്രികോണം പണിയാൻ നോക്കിയേ നമുക്ക് 1, 2, 3 തീപ്പെട്ടിക്കൊള്ളികൾ എന്ന് ഞങ്ങളിവിടെ തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ തീപ്പെട്ടിക്കോല് അല്ലെങ്കിൽ തീപ്പെട്ടിയുടെ കമ്പ് അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്ക് എന്തോ ആയിക്കോട്ടെ. ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ 3 തീപ്പെട്ടിക്കൊള്ളി കേട്ടോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കോലാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ നിങ്ങൾ. ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന് വേണ്ടി അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്താണ് 3 കമ്പാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെ ഇവിടെ എത്ര കമ്പുകളുണ്ട് നോക്കിയോ നിങ്ങൾ. ഇവിടെ 3, 6, 9, 12 ഉണ്ട് അല്ലേ? കാരണം ഒരെണ്ണം ഉണ്ടാക്കാൻ 3 തീപ്പെട്ടിക്കൊള്ളി വേണം. 2 ഉണ്ടാക്കാൻ അപ്പം 6 വേണം. 3 ഉണ്ടാക്കാൻ 9 വേണം. 4 ഉണ്ടാക്കാൻ 4, 3 എത്ര? 12 വേണം അല്ലേ? അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഡിഡ് യു ആഡ് 3 അങ്ങനെ 4 വട്ടം 3 എഴുതുമ്പോൾ നമുക്ക് 12 കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഡിഡ് യു മൾട്ടിപ്പിൾ, നമുക്ക് അതിനെ മൾട്ടിപ്പിൾ ചെയ്തൂടെ 12 കിട്ടത്തില്ലേ? കിട്ടും അല്ലേ? നമുക്കതറിയാം ഇല്ലയോ നിങ്ങളെ. ഒരു ത്രികോണത്തിന് 3 മാച്ച് സ്റ്റിക്കാണ് വേണ്ടുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ 1, 2, 3, 4 ഈ 4 പണിയണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ എങ്ങനെ എഴുതാം? 3+3+3+3 എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ എത്ര 3 ഉണ്ട്? 1, 2, 3, 4 3 ഉണ്ടെന്ന്. 4, 3, 12 കണ്ടോ. എങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ഹൗ മെനി മാച്ച് സ്റ്റിക്ക് ഡു വി നീഡ് ടു മേക്ക് 10 such triangles? In general, the number of matchsticks we need is the number of triangles we want to make multiplied by 3, right? നോക്കൂ ഞാൻ ഇവിടെ നമ്മൾ ഇപ്പോൾ 3 വട്ടം എഴുതി 3 എന്ന് കൂട്ടിയെടുക്കുകയാണോ നമ്മൾ ചെയ്തത്, അതോ 3 × 4 എന്ന് എഴുതുകയാണോ നമ്മൾ ചെയ്തത്? എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഇനി ഇതിനെ 10 ത്രികോണം ഉണ്ടാക്കാൻ അപ്പം നമുക്കിവിടെ എത്ര കോല്? 10 ട്രയാങ്കിൾ കണ്ടോ. 10 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് എത്ര തീപ്പെട്ടി കോലുകൾ അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്ക് വേണമെന്നാണ്. മനസ്സിലാണോ നിങ്ങളെ? ഇവിടെ മനസ്സിലാക്കി പോണേ. എന്തുവാന്ന് മനസ്സിലായോ? ഒരു ത്രികോണം ഉണ്ടാക്കണമെങ്കിൽ 3 മാച്ച് സ്റ്റിക്ക് വേണം അല്ലേ? 2 ത്രികോണം ഉണ്ടാക്കണമെങ്കിൽ 6 വേണം. 3 വേണമെങ്കിൽ എത്ര? 9 വേണം. അതായത് നമുക്ക് 3ന്റെ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 വേണമെങ്കിലോ? 10 × 3 30 അല്ലേ? ഒരെണ്ണത്തിന് 3 ആണല്ലോ. അപ്പോൾ 10 × 3 30 മാച്ച് സ്റ്റിക്ക് വേണം. മനസ്സിലായോ? ഒരെണ്ണം ഉണ്ടാക്കാൻ 3, 2 ഉണ്ടാക്കാനെങ്കിൽ 6 മാച്ച് സ്റ്റിക്ക് വേണം. 3 ഉണ്ടാക്കാൻ 9 തീപ്പെട്ടിക്കൊള്ളി വേണം. അങ്ങനെയാണെങ്കിൽ 10 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 30 തീപ്പെട്ടിക്കൊള്ളി വേണം. എന്തുകൊണ്ടാണ്? 3 വെച്ചല്ലേ ഒരെണ്ണത്തിന്. അപ്പോൾ 10 × 3 30 കേട്ടോ. ഇനി അവർ പറയുന്നതാണ്ട്
ഇവിടെ നോക്കിയോ നിങ്ങളെ, ഇഫ് യു റൈറ്റ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അറ്റ് ആസ് ടി, നോക്കിയേ, ഓഫ് ട്രയാങ്കിൾ ആസ് ടി ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് എം, കേട്ടോ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ടി ആൻഡ് എം. ഇവിടെ ത്രികോണങ്ങളുടെ എണ്ണം, ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ് ത്രികോണങ്ങളുടെ എണ്ണം, നല്ലപോലെ കേൾക്കണം ഇത്, ഈ ഒരു ഇത് കേട്ടോ, ത്രികോണങ്ങളുടെ എണ്ണത്തിനെ നമ്മൾ ഏതക്ഷരം കൊണ്ടാവും നിങ്ങൾ ഇത് ഓർത്തോണം കേട്ടോ. ത്രികോണങ്ങളുടെ എണ്ണത്തിനെ നമ്മൾ ടി എന്നും, കേട്ടോ, മാച്ച് സ്റ്റിക്ക് ആണ് തീപ്പെട്ടിക്കൊള്ളി. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. തീപ്പെട്ടിക്കൊള്ളിയെ നമ്മൾ എം എന്നും കൊടുത്താൽ, മനസ്സിലായോ? അതിൻ്റെ റിലേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഈ ഇതങ്ങ് പഠിക്കണം കേട്ടോ. M = T × 3. അത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കണേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ മാച്ച് സ്റ്റിക്ക് മൊത്തം 18 തീപ്പെട്ടിക്കൊള്ളി നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, കേട്ടോ. 18 തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എത്ര ത്രികോണം വരയ്ക്കാൻ പറ്റും? ഈ ഒരു ക്ലൂ പഠിക്കാമെങ്കിൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, M = T × 3 ആണ് നമ്മുടെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. M എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് തീപ്പെട്ടിക്കൊള്ളി. പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തീപ്പെട്ടി കമ്പിൻ്റെ ആണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് M കാണുമ്പോഴേ ആ തീപ്പെട്ടി കമ്പ് കേട്ടോ, തീപ്പെട്ടി കമ്പിൻ്റെയാണ് ഈ M കൊടുത്തിരിക്കുന്നത് കേട്ടോ. T എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ട്രയാങ്കിൾ അല്ലെങ്കിൽ എത്ര ത്രികോണം അതിനകത്ത് പറ്റും, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താ നിങ്ങളെ, മാച്ച് സ്റ്റിക്കിനാണ് M എന്ന് പറയുന്നത് അല്ലേ. അപ്പം M = എങ്ങനെ എഴുതാം? നമുക്കറിയാം M = T × 3 ആണ് അല്ലേ. അപ്പോൾ M നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? M 18 നമുക്ക് തന്നിട്ടുണ്ട്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, T നമുക്കില്ല അല്ലേ, എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്താ, എത്രേനെയോ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 18 കിട്ടും, ഇല്ലയോ? നമ്മളൊന്ന് ചിന്തിച്ചേ, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ, ഞാൻ എളുപ്പത്തിന്. T × 3 ആണ് 18. എത്ര കുഞ്ഞുങ്ങളെ, എത്ര? 3ൻ്റെ ടേബിൾ ഒന്ന് ചെയ്തേ, എത്ര? 6 3 ആണ് 18, മനസ്സിലായോ? അപ്പോൾ നമുക്ക് T ഇവിടെ എത്രയാണ് കിട്ടിയത്? T = 6 ആണ്. നമുക്ക് 6 ത്രികോണം വരയ്ക്കാൻ പറ്റുമെന്ന്, മനസ്സിലായോ? ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഈ M = T × 3 എന്ന് പറയുന്നത്, മനസ്സിലായോ? ഈ T × 3 എന്ന് പറയുന്നത് എന്താ, ഇപ്പം M = T3 അല്ലെങ്കിൽ 3T, കേട്ടോ. ഇതാണ് കുറച്ചുകൂടെ സൗകര്യം. നമ്മൾ M = T × 3 എന്നതിന് പകരം എന്താ പറയുന്നത്, T × 3 എന്നതിന് പകരം 3T, M = 3T. ഇതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അതായത് M = 3T. അതായത് ഇവിടെ നമുക്ക് 18 ആണെങ്കിൽ 3 × എത്രയാണ് 18? 3 × 6 ആണ് 18. അപ്പോൾ നമുക്കിവിടെ T എത്ര ആണെന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് 6 കിട്ടി, മനസ്സിലാവണേ? ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക, M എന്ന് പറയുന്നത് നമുക്കറിയാം M = 3T ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് വേണേ നിങ്ങളെ പഠിക്കാൻ കേട്ടോ. M എന്ന് വെച്ചാൽ എന്താണ്? മാച്ച് സ്റ്റിക്ക്. T എന്ന് വെച്ചാൽ എത്ര ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ പറയാം, M എന്ന് പറയുന്നത് മാച്ച് സ്റ്റിക്ക് ഒരു 30 മാച്ച് സ്റ്റിക്ക് ഞാൻ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാച്ച് സ്റ്റിക്ക് 30 എണ്ണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 30 എന്ന് എഴുതിയിട്ട് എത്ര? 3 × T ആണ് അല്ലേ. അപ്പോൾ 30 = 3 × എത്രയാവും നിങ്ങളെ? 30 3 × 10 ആണ്. ഇനി അല്ലാതെ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നോ അപ്പുറത്ത് കൊണ്ടുവന്നോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്താ, എത്ര ട്രയാങ്കിൾ പറ്റും എന്നാണ്. എത്ര ട്രയാങ്കിൾ നമുക്ക് അതിനകത്ത് വരയ്ക്കാൻ പറ്റും? TRIANG, ട്രയാങ്കിൾ. അല്ലെങ്കിൽ എത്ര ത്രികോണം നമുക്ക് അതിനകത്തിൽ എടുക്കാൻ പറ്റുമെന്നോ? എത്ര എണ്ണം പറ്റും? 10 എണ്ണം. ഇതൊരു എളുപ്പ വഴി വെച്ച് അങ്ങ് പറയുക കേട്ടോ. എങ്കിലും അന്നേരം കൂടുതൽ നിങ്ങൾ ഇതിനകത്തിൽ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. അതായത് തീപ്പെട്ടി കോലുകളുടെ എണ്ണത്തിനെ നമ്മൾ M എന്ന് കൊടുത്തു. തീപ്പെട്ടി കോലുകളുടെ എണ്ണമാണ് M. അതിനാ ഞാൻ ഇത് വരച്ച് വെച്ച് കാണിച്ചത് കേട്ടോ. എത്ര ട്രയാങ്കിൾ ഉള്ളതിനാണ് T എന്ന അക്ഷരം കൊടുത്തത്. അപ്പം നമ്മൾ ഇക്വേഷൻ വെക്കുമ്പം M = 3T. അതാണ് നമ്മുടെ ടെസ്റ്റിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്.
ഇനി അതിൻ്റെ തൊട്ട് താഴെ കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ ചുരുക്കി പറയാം നിങ്ങൾ. ഇവിടെ എന്ന് വെച്ചാൽ ത്രികോണങ്ങളുടെ എണ്ണത്തിന് 3 മടങ്ങാണ് അത് ഉണ്ടാക്കാൻ ആവശ്യമായ തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണത്തിൻ്റെ ചുരുക്കെഴുത്തെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് ഈ ഇതിനകത്ത് കൂടുതലൊന്നും ആലോചിക്കേണ്ടാവും നിങ്ങൾ. ഇപ്പം നമ്മളോട് പറയാം 45 കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ 45 തീപ്പെട്ടിക്കൊള്ളികൾ നമുക്ക് തന്നിട്ടുണ്ട്. തീപ്പെട്ടിക്കൊള്ളി എന്ന് പറയുമ്പോഴേ എന്താണ് അവിടെ എം ആണ് അല്ലേ, അത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തിൽ എത്ര ത്രികോണങ്ങൾ അല്ലേ, എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എത്ര ത്രികോണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ റഫായിട്ട് നിങ്ങളോട് ചോദിച്ചാൽ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിൽ തന്നാൽ അതൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ. എം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടവർക്കറിയാം, എം എന്ന് വെച്ചാൽ തീപ്പെട്ടിക്കുള്ളി. അപ്പോൾ അത് തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇക്വേഷൻ അറിയാം. എം ഈസിക്കൽ ടു 3t ആണെന്ന് നമുക്കറിയാം അല്ലേ. എം 45 ആണെങ്കിൽ ഈസിക്കൽ ടു 3 ഇൻറ്റു എത്ര 45 എത്ര ആവും നിങ്ങളെ? നമുക്ക് 10 വരെ അറിയത്തുള്ളൂ അല്ലേ. 10 3 30 വരെ അറിയാം അല്ലേ, ഇല്ലയോ? അപ്പം 15 3 45. സംശയം ഉണ്ടെങ്കിൽ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നോക്കിയാൽ 1 3 3 15 5 3 15 എത്ര വന്നേ നോക്കിയേ 15. കണ്ടോ എത്ര എണ്ണം നമുക്ക് പറ്റുമെന്ന് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ചെയ്യൊക്കെ ഒത്തിരി വഴിയുണ്ട്. നിങ്ങൾ 6ാം ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുമ്പോൾ സൈനൊക്കെ മാറുന്നത് ടെൻഷൻ അടിപ്പിക്കുന്നില്ല. അപ്പോൾ ടീയുടെ അവിടെ നമുക്ക് എത്ര ഇൻറ്റു ചെയ്താൽ കിട്ടുമെന്നാണ്. അപ്പോൾ അവർ പറയുന്നതുണ്ട്. കണ്ടോ ഈ പേജ് കണ്ടോ നിങ്ങൾ? അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? അതായത് 45 തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് എത്ര ത്രികോണങ്ങൾ പണിയാമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. 45 തീപ്പെട്ടിക്കൊള്ളികൾ വെച്ചിട്ട് നമുക്ക് എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പം നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി അല്ലേ, സോറി ഇത് വെച്ചിട്ട് എം ഈസിക്കൽ ടു 3t ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി ടി നമുക്ക് തന്നിട്ടില്ല. എത്ര ട്രയാങ്കിളാണ് നമുക്ക് കണ്ടോ, ഈ ടി നമുക്ക് തന്നിട്ടില്ല, തരാതല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പം നമുക്ക് അതിനും ഇക്വേഷൻ അവർ പറയുന്നുണ്ട്. ടി ഈസിക്കൽ ടു എം ഡിവൈഡ് 3 എന്ന് അല്ലേ. അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തത് ഇല്ലേ, ഇവിടെ ഡിവൈഡ് ചെയ്തത്. അതായത് ടി കാണണമെങ്കിൽ ടി ഈസിക്കൽ ടു നമുക്ക് എം തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. ഇവിടെ എത്ര 45 ഡിവൈഡ് 3 ഈസിക്കൽ ടു 15. കണ്ടോ എങ്ങനെ ചെയ്താലും നമുക്ക് ആ ആൻസർ കിട്ടും. നമുക്ക് എം ഈസിക്കൽ ടു 3t. അപ്പം കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എം ഓൾറെഡി തന്നിട്ടുണ്ട് 45. 3 എന്ന് വെച്ചാൽ എന്താണെന്നറിയാമേ, ത്രികോണത്തിൻ്റെ എത്ര ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടിക്കോല് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം, ഇവിടുന്ന് ഇങ്ങോട്ടൊരെണ്ണം കേട്ടോ. ആ 3 ഈ 3 കേട്ടോ. ആ 3 ഇൻറ്റു എത്രയാണ് 45 എന്ന് അറിഞ്ഞാൽ മതി. 3 ഇൻറ്റു എത്രയാണ് 45? 3. അതായത് 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ 15 എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഏതാ ഈ രണ്ടാമത് ഈ ഇക്വേഷൻ കേട്ടോ. ഒന്നാമത് നമ്മൾ പഠിച്ചത് ഇതാണ്, രണ്ടാമത്തെ ഇത്. ടി കാണണമെന്നുണ്ടെങ്കിൽ m/3. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം ഡിവൈഡ് 3 15. മനസ്സിലായോ? എങ്ങനെയായാലും നമുക്ക് കിട്ടും കുഞ്ഞുങ്ങളെ കേട്ടോ 15. സംശയമില്ലല്ലോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇതുവരെ ഉള്ളതെല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊട്ട് താഴെ അടുത്ത രീതിയിലാണ് കേട്ടോ. ഒരു പടം കണ്ടോ. ഈ ഇക്വേഷൻ അറിയണേ. ഈ ഇക്വേഷനും നമ്മുടെ എൻ്റെ തൊട്ടിപ്പുറത്തെ ഇതും അറിഞ്ഞിരിക്കണം കേട്ടോ. ആ എം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയാണ്. ടി എന്ന് വെച്ചാൽ എത്ര ട്രയാങ്കിളാണ് കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? ഞാൻ എല്ലാ എളുപ്പ വഴിക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സംശയം ഒന്നും വരാൻ വഴിയില്ല. കാരണം ആ രീതിയിൽ എത്രയും ലളിതമായ രീതിയിലാണ് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങളെ, ഇത് നൗ സപ്പോസ് വി മേക്ക് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ രീതിയല്ല. ഇതുവരെ പറഞ്ഞ രീതി എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ വെച്ചിട്ട് ചെയ്യുന്ന അല്ലേ. ട്രയാങ്കിളിൻ്റെ എത്ര തീപ്പെട്ടിക്കോലുകൾ നമുക്കുണ്ട്, മൊത്തം നമുക്കിപ്പോൾ 100 തീപ്പെട്ടിക്കോലുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാം എന്നതായിരുന്നു ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് നോക്കിയാൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങളെ, 1 2 3 വശം ഉള്ളതിനെയാണ് ത്രികോണം എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കിക്കേ, ഇതും എത്ര ട്രയാങ്കിൾ ഇതിനകത്തുണ്ട്, എത്ര ത്രികോണമുണ്ട്, 2 ത്രികോണമുണ്ട് അല്ലേ. നോക്കിയേ 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇതിനകത്തിൽ എത്ര തീപ്പെട്ടിക്കൊള്ളികളുണ്ടോ നിങ്ങൾ നോക്കിയേ, എത്ര ഉണ്ടോ നിങ്ങളെ നോക്കിയേ. 1 2 3 4 5 എണ്ണ ഉണ്ട് അല്ലേ. ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 1 2 3 4 5 6 7, ഇവിടെ 7 എണ്ണം.
ഇവിടെയൊക്കെ 1 2 3 4 5 6 7 8 9 ഇവിടെ 9 എണ്ണം കണ്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഇത് ഓഡ് നമ്പറാണ് അല്ലേ, കാരണം നോക്കിയേ 1 3 5 7 9 അല്ലേ, ഇങ്ങനെ പോവും ഇല്ലയോ. നമുക്ക് ഓഡ് നമ്പറൊക്കെ നമുക്കറിയാം അല്ലെ, ഒറ്റ സംഖ്യയൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനകത്തുള്ള എത്ര ത്രികോണം വരുന്നതോ ഇതിപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം. 3 5 അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും, 2 കൂടെ കൂട്ടി 11 ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനകത്തിൽ എത്ര ത്രികോണങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അതാണ് അതിൻ്റെ അപ്പുറത്തെ പേജിൽ താണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളേട്ടെ. ട്രയാങ്കിള് മാച്ചസ്റ്റിക്ക് കണ്ടല്ലോ. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്തോന്നറിയോ, അതായത് മുമ്പ് ചെയ്തത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താ അറിയോ, എന്നാണ്ടേ നമുക്ക് ട്രയാങ്കിളുകളുടെ അല്ലെങ്കിൽ ത്രികോണങ്ങളുടെ എണ്ണം തരും കേട്ടോ. ഇത് നമ്മൾ ഇത് ആ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ത്രികോണങ്ങളുടെ എണ്ണം നമുക്ക് തരും. അതല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ത്രികോണങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതിലെത്ര മാച്ചിസ്റ്റിക് ഉണ്ടെന്നും തന്നിട്ടുണ്ട് കേട്ടോ. ത്രികോണങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതിലെത്ര മാച്ചിസ്റ്റിക് ഉണ്ടെന്നും അതിനൊരു ഇക്വേഷൻ ഉണ്ടോ നിങ്ങളെ മുമ്പ് നമ്മൾ പഠിച്ചതാ അല്ലേ. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഈ ഒരു ഇക്വേഷൻ പഠിക്കണേ. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഇൻറ്റു 2 പ്ലസ് 1 ടി ഇൻറ്റു 2 പ്ലസ് 1 മനസ്സിലായോ. അതായത് ഇപ്പം നമുക്ക് ഫസ്റ്റ് പിന്നെ അല്ലെങ്കിൽ 2 ഇൻറ്റു ടി എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ അതിൻ്റെ 2 ഇൻറ്റു ടി പ്ലസ് 1 ഇതായാലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഈ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചാൽ മതി. മനസ്സിലായോ. എന്താ 2 ഇൻറ്റു നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഓരോന്ന് വെച്ച് പഠിച്ചില്ലേ, അതുപോലെ 2 ഇൻറ്റു ടി 2 ഇൻറ്റു ടി പ്ലസ് 1 2t പ്ലസ് 1 അതായത് 2 ഇൻറ്റു ടി എന്ന് വെച്ചാൽ 2t പ്ലസ് 1 കേട്ടോ. എല്ലാം മനസ്സിലാവുന്നുണ്ടോ. ഈ ഒരു ഒറ്റ ഒരെണ്ണം പഠിച്ചാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഫസ്റ്റ് പറയാം. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 3 അല്ലേ നമുക്ക് വന്നത്. അതായത് ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ എത്ര എണ്ണം വേണം, ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അണ്ട ഫസ്റ്റ് നോക്കിയേ, ഒരു ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കറിയാം 1 2 3 മാച്ചിസ്റ്റിക്കാണ് വേണ്ടത് അല്ലേ. ഒരെണ്ണത്തിൽ ഒരു ട്രയാങ്കിൾ 3 മാച്ചിസ്റ്റിക്ക് വേണം. അടുത്ത രണ്ടാമത്തെ നോക്കി അവർ എഴുതിയേക്കുന്നത്, രണ്ടാമത്തതിൽ 2 ട്രയാങ്കിളിൽ 5 എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ 2 ട്രയാങ്കിൾ 6 അല്ലേ വരേണ്ടത്. അതായത് നമ്മുടെ ഈ തൊട്ട് പുറേ കിടക്കുന്ന ഈ കണക്ക് കണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇതിൻ്റെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. ഒരു ട്രയാങ്കിള് ഇത് നോക്കിയാൽ 2 ട്രയാങ്കിള്, ഇത് 3 ട്രയാങ്കിള്, ഇത് 4 ട്രയാങ്കിള്, ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ വെച്ച് നമ്മൾ എങ്ങനെ ഈ ബോക്സ് ഫില്ല് ചെയ്യുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഒരു ട്രയാങ്കിളിൽ 3 എണ്ണമാണ്. അപ്പോൾ 2 ട്രയാങ്കിളിൽ 6 അല്ലേ വരേണ്ടത്. നമ്മളിപ്പോൾ ചെയ്തതിനകത്തിൽ 6 ആയിരുന്നോ വന്നത്, നോക്കിയേ 5 എണ്ണമല്ല വന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എങ്ങനെ എഴുതും, നമ്മളിവിടെ ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ അങ്ങ് എടുത്താൽ മതി നിങ്ങൾ. എന്താ 2 ഇൻറ്റു ടി പ്ലസ് 1 കേട്ടോ. അതായത് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതുപോലെ അങ്ങ് എഴുതുക, 2നെ അതുപോലെ എഴുതുക. ഇൻറ്റു ടി എന്ന് വെച്ചാൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ, ട്രയാങ്കിളുകളുടെ എണ്ണം കണ്ടോ 1, ആ 1 എഴുതുക കേട്ടോ. പ്ലസ് 1 മനസ്സിലായോ. 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഈസിക്കൽ ടു 3. ആൻസർ 3 അല്ലേ. മനസ്സിലായോ, 3 അല്ലേ. അടുത്തതും അതുപോലെ 2 5 2ഉം 5ഉം. ഈ 5 ഒന്ന് എങ്ങനെയാണെന്ന് അറിയണ്ടേ ആണല്ലോ. എന്താ 2 ഇൻറ്റു നമ്മൾ ഈ ഐഡൻറ്റിറ്റി അങ്ങ് ഇത് ഓർത്താൽ മതി. ഐഡൻറ്റിറ്റി അല്ല, ഇത് ഓർത്താൽ മതി കേട്ടോ. അതായത് 2 എണ്ണമാണ്, 2 ട്രയാങ്കിളാണ് ആണല്ലോ. ആണോ നിങ്ങളെ 2 നമ്മുടെ ഈ ഇക്വേഷൻ്റെ ആണ് ഈ 2 കേട്ടോ. 2 പിന്നെ എത്ര ട്രയാങ്കിളാണ് ഇവിടെ പറഞ്ഞേ, 2 പ്ലസ് 1 2 ഇൻറ്റു 2 4 4 1 5. ഇവിടെ 5 കിട്ടി. ഈ 5 എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ. അടുത്തത് 3ൻ്റെ എത്ര ആയിരിക്കും വരുന്നതെന്ന് നോക്കാം. എങ്ങനെ എഴുതണം, 3 ആകുമ്പം 2 ഇൻറ്റു 3 പ്ലസ് 1 2 ഇൻറ്റു 3 6 6 1 7 കണ്ടല്ലോ. ഇനി അടുത്ത 4 ആണെങ്കിലോ, അപ്പോൾ ഇവിടെ 7 വന്നു കണ്ടോ. അടുത്ത 4 ആണെങ്കിലോ 2 ഇൻറ്റു 4 പ്ലസ് 1
2 4 8 8 1 9. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ടെസ്റ്റിലെ ആ ബോക്സ്. അങ്ങനെയാണെങ്കിൽ 5 ആണെങ്കിൽ എങ്ങനെ ഇവിടെ 9 വന്നു അല്ലേ? ഇത് നമ്മുടെ ടെസ്റ്റിലെ ബോക്സ് ആട്ടോ. ബോക്സ് ഫില്ല് ചെയ്യാനാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ആണെങ്കിലോ 2 എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ 2 ഇടണം കേട്ടോ. 2 എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതിനെ 2 മടങ്ങുന്ന അങ്ങനെയൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞത്, എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതേ ഇൻറ്റു 2. ഇവിടെ 5 ട്രയാങ്കിൾ പറഞ്ഞുകൊണ്ട് 5 ഇൻറ്റു 2 പ്ലസ് 1 എത്ര? 2 ഇൻറ്റു 5 10, 10 1 11. മനസ്സിലായോ? ഒരെണ്ണോട് ചെയ്യാം. 6 ആകുമ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് 1 എത്ര? 2 6 12 1 13. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് 6 വരെ എങ്ങാണ്ടേ ടെസ്റ്റ് തന്നുള്ളൂ, 6 വരെ തന്നിട്ടുള്ളൂ. നമുക്കൊരു 7 കൂടെ ചെയ്യാം. 7 ആണെങ്കിൽ 2 എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഏതാ നിങ്ങളെ നോക്കി? നമ്മുടെ ഈ ഇക്വേഷൻ്റെ 2 എന്ന് വെച്ചാൽ 2 മടങ്ങ്, ട്രയാങ്കിളിൻ്റെ 2 മടങ്ങ് എന്ന് ഉദ്ദേശിച്ചു. 2 ആ 2 ഇൻറ്റു എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതേ പ്ലസ് 1. ഇപ്പോൾ 7 ആണെങ്കിൽ 2 ഇൻറ്റു 7 പ്ലസ് 1. 2 7 14 1 15. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക 20 എന്ന് പറയുക. ഈ 1 2 എഴുതണ്ട, നമുക്ക് 20 നോക്കാം. എന്താ? 2 ഇൻറ്റു 20 പ്ലസ് 1 എത്ര കുഞ്ഞുങ്ങളെ? 20 2 2 41 41. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോ? അതായത് ഞാൻ 40 എന്ന് പറയുക. അപ്പോൾ എന്താ? 2 ഇൻറ്റു 40 പ്ലസ് 1 എത്ര? 2 4 80 1 81. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ എത്ര ട്രയാങ്കിളുണ്ട് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കുഞ്ഞുങ്ങളെ ഇതാണ്ട്. എത്ര ട്രയാങ്കിൾ ഉണ്ടോ ആ ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഓർത്തോണം. 2 ഇൻറ്റു എത്ര ട്രയാങ്കിൾ ഉണ്ടോ അത് വെച്ച് ഇൻറ്റു ചെയ്തിട്ട് പ്ലസ് 1. ഇത്രയേ ഉള്ളൂ. ഇത് കിട്ടുമ്പോൾ നമുക്കിതെല്ലാം കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ദാണ്ട് ഇവിടെ തീപ്പെട്ടി കൊള്ളി കൊടുത്തിട്ട് പറയുന്നുണ്ട്. ദാണ്ട് ഇവിടെ കണ്ടോ ഇതാ സംഭവം. എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഇവിടെ നോക്കി 5 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 ഇൻറ്റു 2. ഞാൻ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് 2 വെച്ചതാണ് പ്ലസ് 1. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. ഫസ്റ്റിലെല്ലാം അങ്ങ് 2 കൊടുക്കാമെങ്കിൽ കേട്ടോ. ഇവിടെ 6 ഇൻറ്റു 2 പ്ലസ് 1 ഇങ്ങനെ അങ്ങനെ പോവും. അപ്പം നമ്മൾ ഈ ഒരു ഇത് പഠിച്ചാൽ മതി. ഫസ്റ്റിൽ 2 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. പിന്നെ തന്നിരിക്കുന്ന ട്രയാങ്കിള് പ്ലസ് 1. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും ഓക്കെ ആണോ? അതാണ്ട് ഈ സംഭവം ഇതാണ് അതിൻ്റെ. കണ്ടോ? മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്തിൽ? അത് വെച്ച് ഈ ഐഡൻറ്റിറ്റി നല്ലപോലെ പഠിക്കണം. അപ്പം നമ്മളോട് ചോദിക്കുക 10 എണ്ണമാണ്. ഇനി 10 ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നതിന് എത്ര കോലുകൾ വേണമെന്ന് കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 എണ്ണം നമ്മളോട് 10 ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 10 അല്ലേ? എന്താ? പ്ലസ് 1. 2 ഇൻറ്റു 10 21 21. ഇനി അതാ 100 ട്രയാങ്കിൾ ആണെങ്കിലോ 2 ഇൻറ്റു 100. എത്ര ആണോ ചോദിക്കുന്നത് അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക പ്ലസ് 1 അല്ലേ? 200 1 201. അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ നിങ്ങളെ? നമുക്ക് അതിനെക്കുറിച്ച് താപ്പോട്ട് കുറച്ചുകൂടെയൊക്കെ ആ ഒരു രീതി നിങ്ങളങ്ങ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് മിക്സായി പോവും. അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരൊറ്റ ഇക്വേഷൻ ഇപ്പം നിങ്ങളോട് ചോദിക്കുക, ഇവിടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട് ഇതിൽ തന്നെ 51 മാച്ച് സ്റ്റിക്ക്, മൊത്തം 51. പേപ്പർ എന്ത് ചെയ്യുന്നു? ഒരു മിനിറ്റ് കേട്ടോ. അതെ, നിങ്ങളോട് ചോദിക്കുക 51 മാച്ച് സ്റ്റിക്ക് ഉണ്ട്. മാച്ച് സ്റ്റിക്ക് നിങ്ങളുടെ ഇപ്പുറത്തെ പേജിലെ ഒരു ചോദ്യം കേട്ടോ. മാച്ച് സ്റ്റിക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ചോദ്യം മനസ്സിലാക്കണേ നിങ്ങളെ. മൊത്തം 51 മാച്ച് സ്റ്റിക്ക് അല്ലേ? 51 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ട്രയാങ്കിൾ അതിനകത്തിൽ വരയ്ക്കാൻ പറ്റും? ചോദ്യം മനസ്സിലാക്കണേ. എത്ര എണ്ണം പറ്റും? 51. നമ്മൾ ഈ ഇക്വേഷൻ എടുത്താൽ മതി നിങ്ങൾ. 2 ഇൻറ്റു ടി അല്ലേ പ്ലസ് 1 കേട്ടോ. 2 ഇൻറ്റു ടി പ്ലസ് 1 കേട്ടല്ലോ. നമുക്കറിയാം എം ആണ് മാച്ച് സ്റ്റിക്ക്. അപ്പം നമുക്ക് എന്താ? 2 ഓൾറെഡി നമുക്കറിയാം. ടി നമുക്ക് എന്താ? ടി എത്ര? ടി ഉണ്ടോ? ടി ഇവിടെ ഉണ്ടോ? നമുക്ക് ഇല്ലല്ലോ. മൊത്തം എത്ര ഉണ്ടെന്നല്ലേ? അപ്പം ടി ഇത് ഇക്വേഷൻ അല്ലേ? ഇതിന് ഒരു മിനിറ്റ്. ഇതിന് നമുക്ക് മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം 51 എത്ര എണ്ണം ഉണ്ട്? 51 മാച്ച് സ്റ്റിക്ക് ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്തിൽ എത്ര ത്രികോണം വരയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്തായിരുന്നു. ഏതാ? എണ്ണം വെച്ച് ചെയ്യുന്നത്. ടി നമുക്കില്ല. അപ്പം നമ്മൾ ടി കാണണ്ടേ?
ഓക്കെ ഞങ്ങൾ നമ്മുടെ ചോദ്യം 51 മാച്ചസ്റ്റിക്കാണ്. അപ്പം നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പോൾ 2 × t+1 ആണ്. പക്ഷേ t ഇവിടെ നമുക്ക് എത്ര ട്രയാങ്കിളാണ് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ നോക്കിയേ, ട്രയാങ്കിളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ട്രയാങ്കിളുടെ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇക്വേഷൻ വെച്ച് നമ്മൾ ഇത് പഠിച്ചായിരുന്നു അല്ലേ? എത്രയാണെന്ന് സംശയം വല്ലതും ഉണ്ടോ? 2 × t+1 വെച്ച് ചെയ്താൽ മതി കേട്ടല്ലോ. ഇനി അത് ട്രയാങ്കിളുടെ എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്താ t തന്നിട്ടില്ല, മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. 51 തീപ്പെട്ടിക്കൊള്ളികളുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? t തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ 51 വന്നേ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ t = m-1. കാരണം എന്താണെന്നറിയാം, ഇവിടെ നോക്കിക്കേ, നമ്മൾ ഡിവൈഡ് ഈ 2 ഈവൻ നമ്പർ അല്ലേ, 2 എന്ന് പറയുന്ന ഈവൻ നമ്പർ അല്ലേ? അപ്പോൾ 51 എന്ന് പറയുന്ന നോക്കിയ ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം m-1/2. ഇതിൽ സംശയമുണ്ടോ? നമ്മളിപ്പോൾ നോക്കിയേ, 51 എന്ന് പറയുന്നത് എന്താണ്? 51 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ t കാണാൻ എന്ത് ചെയ്യണം? t = m-1/2. അപ്പം t = m നമുക്ക് തന്നിട്ടുണ്ട് 51. 51 - 1/2 = 50/2 = 25. അപ്പം നമുക്ക് t കിട്ടി. എന്താ? 2 × 25 + 1 കണ്ടോ? 2 × 25 + 1 = 51 കിട്ടും. കണ്ടോ? ഇങ്ങനെയും ചോദ്യം ചോദിക്കാം കേട്ടോ. ഓരോ മോഡൽ ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ, ഓരോന്നും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, എത്ര ട്രയാങ്കിൾ വരയ്ക്കണമെന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് വെച്ചാണ് നമ്മൾ ഈ ചെയ്തത് കേട്ടല്ലോ. ഇത് വെച്ച് ചെയ്തത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ ബാക്കിലോട്ട് അടിച്ച് ഒന്നുകൂടെ ഒന്ന് കാണണേ. ഇനി നമുക്കിവിടെ 51 മാച്ച് സ്റ്റിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എത്ര ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും, എത്ര എണ്ണം പറ്റും? ഇവിടെ നോക്കിയ 51 വന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓഡ് നമ്പറിലാണ് വന്നത്. നമ്മൾ t കണ്ടുപിടിക്കണം കേട്ടോ. ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ഇത് നമ്മൾ ഓരോ ഇക്വേഷനും പഠിക്കുന്നത്, ഇത് 3ാമത്തെ ഇക്വേഷനാണ്. അത് ഓരോന്നും എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. t വന്നപ്പം നമുക്ക് തന്നിരിക്കുന്ന മാച്ച് സ്റ്റിക്ക് -1/2. മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് 51 എണ്ണമായിരുന്നു. അതിൽ നിന്ന് 1 കുറച്ച് /2, അപ്പോൾ 25 അപ്പോൾ നമുക്കിവിടെ t കിട്ടി. അപ്പോൾ 2 × ഇതാന്നേ 2 × t+1. ഇത് എവിടുന്ന് വന്നു എന്ന് കണ്ടോ? അപ്പോൾ എത്ര? 2 × 25 50. 50 1 51 കണ്ടോ? 51 മാച്ച് സ്റ്റിക്കായി. ഓക്കെ ആണോ അത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ടിപ്പുറത്ത് ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു ട്രയാങ്കിള്, ഇതും ഒരു ട്രയാങ്കിള്. ഇവിടുത്തെ മാച്ച് സ്റ്റിക്ക്, അപ്പം ഈ ട്രയാങ്കിളിൻ്റെ 3 എണ്ണവും ഈ ട്രയാങ്കിളിൻ്റെ 3 എണ്ണവും. ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും അവർ തങ്ങളിലില്ല. ഉണ്ടോ? ഇല്ല. രണ്ടിടത്തും എന്താ? തുല്യമാണ്. ഇനി ഇവിടെ നോക്കിക്കേ, 2 ട്രയാങ്കിളുണ്ട് ഉണ്ടല്ലോ. ഇവിടെ 2 ട്രയാങ്കിളുണ്ട്. എത്ര തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്ക് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഇവിടെ നോക്കിയേ, 2 ട്രയാങ്കിളുണ്ട്. പക്ഷേ ഇവിടെ എന്താ? 5 മാച്ച് സ്റ്റിക്കേ ഉള്ളൂ അല്ലേ? ഈ രീതിയിലാണോ ഇത് പണിഞ്ഞിരിക്കുന്നത്? അല്ല. അപ്പം 2 രീതിയിൽ പണിഞ്ഞപ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ കുറവ് ഇവിടെ എത്രൻ്റെ ഡിഫറൻസ് വന്നു? ഒരു സ്റ്റിക്കിൻ്റെ ഡിഫറൻസ് വന്നു. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, 1 2 3 3 നമ്മൾ ഇങ്ങനെ മാച്ച് സ്റ്റിക്കല്ലേ തീപ്പെട്ടിക്കുള്ളി അടുക്കി വെച്ചപ്പോൾ 9 എണ്ണം തന്നെ വന്നു. പക്ഷേ അത് ഈ രീതിയിൽ വെച്ചപ്പോൾ നോക്കിയേ 7 എണ്ണേ വന്നുള്ളൂ. മനസ്സിലാക്കണേ. ആദ്യത്തേത് ഇത് നോക്കിയേ, അതിനൊരു വ്യത്യാസവും വന്നില്ല ഇങ്ങനെ രണ്ടും വെച്ചപ്പം. രണ്ടാമത്തേത് ഇത് നിരത്തിയും വെച്ചു, ഇത് ഒരുമിച്ചും വെച്ചു. ഒരുമിച്ച് വെച്ചപ്പം 5 എണ്ണം 5 തീപ്പെട്ടിക്കൊള്ളി വന്നുള്ളൂ. പക്ഷേ നിരത്തി വെച്ചപ്പോൾ നോക്കി 6 കണ്ടോ? അപ്പോൾ 1ൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ടായി. ഇവിടെ നോക്കി 1 2 3 ട്രയാങ്കിൾ നമ്മൾ നിരത്തി ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ 9 എണ്ണം തന്നെ വേണം. പക്ഷെ അവരെ അടുപ്പിച്ച് വെച്ചപ്പോൾ എന്താണ്? അവിടെ 2ൻ്റെ ഡിഫറൻസ്, 2ൻ്റെ കുറവുണ്ട്. മനസ്സിലാക്കണേ. ഓക്കെ ആണോ? അത്രയും ഇവിടെ വരെ നിൽക്കട്ടോ നിങ്ങൾ. ഇത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതിലുണ്ട് 1 2 3 4 എണ്ണം വെച്ച് നിങ്ങളൊന്ന് വരച്ച് 4 എണ്ണം. അപ്പം 4 എണ്ണം ആയപ്പോൾ എത്ര? 12 എണ്ണം വരും അല്ലേ? 4 എണ്ണം വെച്ച് വരയ്ക്കുമ്പോൾ 12 എണ്ണം. അപ്പം ആ 4 എണ്ണം ഈ രീതിയിൽ നമ്മൾ എടുത്തു വെച്ചാലോ ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? എങ്ങനെ അറിയാൻ പറ്റും? അവിടെ 5 അല്ലേ? ഇവിടുന്ന് 5 7 9 അല്ലേ? അതിൻ്റെ എളുപ്പ വഴിയാണ് മുമ്പ് നമ്മൾ 2 ഇല്ലേ ഫസ്റ്റിൽ പഠിച്ച ഈ മെത്തേഡ്. ഇതിൻ്റെ ഏതായിരുന്നു അതിൻ്റെ ഇക്വേഷന് കേട്ടോ? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലായിരുന്നോ? ഫസ്റ്റിൽ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ?
അതെ, എത്ര ട്രയാങ്കിൾ 5ഉം 15ഉം ഒക്കെ വന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, അതാട്ടോ 3T വെച്ച് ചെയ്താൽ മതി അല്ലേ. 3 × T 3T എം കാണണോ, എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ട് എന്ന് പറയുന്നത് 3T ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് 2 × T+1 ആണ് കേട്ടോ. 2 × T+1. ഇത് അഥവാ എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ പാർട്ട് 4 ഇടാം. 3-നകത്തിൽ നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ത്രികോണത്തിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്തു, എണ്ണം കൊണ്ട് 3a ഇൻറ്റു ചെയ്തു. അതിൻ്റെ മാച്ച് സ്റ്റിക്കിന് നമ്മൾ എം എന്നും TA ട്രയാങ്കിളിനെ T എന്നും കൊടുത്താൽ ഇക്വേഷൻ m = 3T ആണ് കേട്ടോ. m = 3T ആണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ T കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് സ്റ്റിക്ക് ഡിവൈഡ് 3 ചെയ്താലും മതി. മാച്ച് സ്റ്റിക്ക് എത്ര ഉണ്ടോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, T കിട്ടും കേട്ടല്ലോ. ഈ രീതി ഇവിടെ വരെ ഉള്ളൂ. നമ്മൾ പഠിച്ച രീതി ഇവിടെ വരെ ഉള്ളൂ. ഇനി പുതിയ ട്രയാങ്കിൾ, വേറെ രീതിയിൽ ട്രയാങ്കിൾ വരയ്ക്കുന്നതാണ് അടുത്ത നമ്മൾ പഠിച്ചത്. അവിടെ നോക്കിക്കേ, 3, 5, 7, 9 അങ്ങനെയാണ് പോയത്. അതെങ്ങനെ വരുന്നു എന്നതാണ് അടുത്ത ബോക്സിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചേതാ, m = T അല്ലെ 2 × T എന്നോ T × 2 എന്ന് പറഞ്ഞാലും മതി, +1 കേട്ടോ. ട്രയാങ്കിളിൻ്റെ ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ട്രയാങ്കിളിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടുക കേട്ടല്ലോ. അവിടെ വരെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നുള്ളതാണ്. ഇത് നിങ്ങളെ ഡിഫറൻസ് എത്ര വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയും, നിങ്ങളെ നമ്മൾ അടുത്ത പാർട്ട് എടുക്കുമ്പോൾ ഞാൻ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങളത് മനസ്സിലായെന്ന് തന്നെ പറയണം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.